Hallelujah. Hallelujah. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിൽ ഉയർത്തി പ്രഭാതത്തിൽ Hallelujah. 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 ഉന്നതനും ഉയർന്നവനും ശാശ്വതവാസിയുമായ യേശുവേ, ഹല്ലേലൂയ. നിത്യപിതാവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും അതേ സ്ഥലങ്ങളിൽ കരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സൃഷ്ടിതാവാം യേശുവിന്റെ മുൻപാകെ എല്ലാ മഹത്വവും അർപ്പിച്ച് Thank you, Lord. Hallelujah. Yes, Lord. Hallelujah. We praise. അതേ ശബ്ദത്തിൽ ഒരിക്കൽ കൂടെ ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി ഒന്നിച്ച് Oh, we praise. Hallelujah. 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 ദൂതന്മാർ അങ്ങേ ആരാധിക്കുന്നു. മൂപ്പന്മാർ വീണ്ടും വണങ്ങി അങ്ങയുടെ സന്നിധിയിൽ നമസ്കരിക്കുന്നു. യേശുവേ, അങ്ങ് എത്രയോ മഹാൻ. യേശുവേ, അങ്ങേ പോലാരുമില്ല. ഓ, വായികളെ തുറന്ന് അല്പ നിമിഷങ്ങൾ ചേർന്ന് Hallelujah. Hallelujah. Thank you, Holy Spirit. And we sing unto you, Lord, one more time. Hallelujah. Yes, Lord. Hallelujah. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ സമയം ആരാധനയിൽ ഞങ്ങളോടൊപ്പം പങ്കുചേരുന്ന എല്ലാ ബഹുമാന്യ പ്രിയമുള്ളവരെയും പ്രേയിങ് കേരള, പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ഈ പ്രാർത്ഥനാ ശുശ്രൂഷയിലേക്ക് ക്ഷണിക്കുന്നു. വിവിധ സഭകളിൽ ദൈവത്തിന്റെ ദാസന്മാർ, ദൈവമക്കൾ, ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും ഭാരതത്തിന്റെ എല്ലാ കോണുകളിൽ നിന്ന് വിവിധ ഭാഷക്കാര് ഈ രാവിലെ സമയം നമ്മോടൊപ്പം ആരാധനയിൽ അവരവരുടെ മുറികളിലുണ്ട്. ഞങ്ങൾക്ക് ഇവിടെ വരുന്ന ടെലിഫോൺ കോളുകളുടെ വെളിച്ചത്തിൽ ആയിരങ്ങളിൽ ശുശ്രൂഷയിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി Hallelujah. We praise. Hallelujah. 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 എല്ലാ ബെഡ്റൂമുകളിലും ഈ ശബ്ദം ഉയരട്ടെ. എല്ലാ വീടുകളിലും ഈ ശബ്ദം ഉയരട്ടെ. എല്ലാ നാവുകളിൽ നിന്നും ഈ ശബ്ദം യേശുവിന്റെ മുൻപാകെ ഉയരട്ടെ. Hallelujah. One more time, let's sing the same chorus.
കൂടെ ശബ്ദം യേശുവിന്റെ മുൻപിലേക്ക് ഉയർത്തി ഒന്നിച്ച് ഹല്ലേലൂയ സന്ദർഭത്തിൽ സഹോദരൻ സിനു ദൈവവചനത്തിൽ ചില വാക്യങ്ങൾ നമ്മെ വായിച്ചു കേൾപ്പിക്കാം. അതിനായി ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. 84-ാം സങ്കീർത്തനം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! എന്റെ ഉള്ളം യഹോവയുടെ പ്രകാരങ്ങളെ വാഞ്ചിച്ചു മോഹിച്ചു പോകുന്നു. എന്റെ ഹൃദയവും എന്റെ മാംസവും ജീവനുള്ള ദൈവത്തെ നോക്കി ഘോഷിക്കുന്നു. കുരികിലൊരു വീടും മീവൽപക്ഷി കുഞ്ഞുങ്ങൾക്ക് ഒരു കൂടും കണ്ടെത്തിയിരിക്കുന്നു. എന്റെ രാജാവും എന്റെ ദൈവവുമായ സൈന്യങ്ങളുടെ യഹോവേ, നിന്റെ യാഗപീഠങ്ങളെ തന്നെ. നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ നിന്നെ നിത്യം സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവ സാന്നിധ്യത്തോടുകൂടെ നമ്മുടെ ജീവിതം തുടങ്ങുവാൻ അവൻ തന്ന ഭാഗ്യത്തിനായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം, നമുക്ക് ഒന്നിച്ച് ആരാധിക്കാം. സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! സൈന്യങ്ങളുടെ യഹോവേ, രണ്ട് കരങ്ങൾ ഉയർത്തി ഉറക്കെ ആയിരിക്കുന്ന ഇരുപ്പിൽ ഞങ്ങളോടൊപ്പം ചേർന്ന് പറയുമോ? സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! സൈന്യങ്ങളുടെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം! Majesty, His Majesty, unto Jesus be all glory, honor and praise. You alone deserve the majesty, O Lord, and you alone carry that majesty and splendor. You are the most high God, Jesus. You are the most high God. Unto His soul, His anthem praise. So let's exalt, so exalt, lift up on high the name of Jesus. Magnify, now glorify Christ Jesus the King. Majesty, worship His Majesty. ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആരാധനയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ പ്രാർത്ഥിക്കുന്ന കേരളം എന്ന ഈ ശുശ്രൂഷയിലൂടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ബഹുമാന്യ പ്രിയമുള്ളവരെയും ഈ സമയത്ത് ഞങ്ങൾ വന്ദനം ചെയ്യുന്നു. ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള വന്ദനവും സ്നേഹവും ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു. പ്രശ്നങ്ങളെ ഓർത്ത് ഇന്ന് നേരിടേണ്ട നാളെ നേരിടേണ്ട വിഷയങ്ങളെ ഓർത്ത് വിഷമിച്ചുകൊണ്ട് സമയം ഇനി നമുക്ക് കളയണ്ട. എവിടെയിരുന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നുവോ ഈ സന്ദർഭത്തിൽ കരങ്ങളെ ഉയർത്തി ദൈവത്തിന്റെ സന്നിധിയിൽ മഹത്വം യേശുവിന് അർപ്പിച്ചാണ് നാം യേശുവിന്റെ നാമത്തെ ഉയർത്തുമ്പോൾ അവൻ അത്യന്ത സാന്നിധ്യവും ശക്തിയും ഇറങ്ങി തീങ്കൽ മെഴുകുരുകുന്നത് പോലെ വിഷയങ്ങൾ, കെട്ടുകൾ, ദുരിതങ്ങൾ, പൈശാചിക ആധിപത്യങ്ങൾ, ആത്മഹത്യാ പ്രവണതകൾ
ദുരവസ്ഥകൾ, ശാപങ്ങൾ, കെടുതികൾ നമ്മിൽ നിന്നെല്ലാം ഓടി മറിയോ. യേശുവിന്റെ സാന്നിധ്യം ഇറങ്ങുവാൻ അനുവദിച്ചു കൊടുക്കുക. രണ്ട് കരങ്ങളും ഞങ്ങളോടൊപ്പം ഉയർത്തി മഹത്വവും സ്തുതി ബഹുമാ എല്ലാവരും ചേർന്ന് എല്ലാം യേശുവിന് സ്തുതികൾ മഹിമയ്ക്കായി. ഇപ്പോൾ തന്നെ ഞങ്ങളുടെ 3 ടെലിഫോണുകളും എൻഗേജ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. ആ നമ്പറുകൾ ദയവായി നോട്ട് ചെയ്ത് വെക്കുക. അഥവാ നിങ്ങൾ വിളിക്കുമ്പോൾ ഈ ഫോൺ എൻഗേജ്ഡ് ആണെങ്കിൽ അത് കഴിയുമ്പോൾ അടുത്ത അവസരത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ഈ ശുശ്രൂഷയിലേക്ക് ടെലിഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ദൈവം കൊടുക്കുന്ന നന്മകളെ കുറിച്ച് പ്രസ്താവിക്കുന്നു. യേശു കൊടുക്കുന്ന വിടുതലുകളെ കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നു. എല്ലാ മഹത്വവും യേശുവിന്. നിന്നിൽ നിന്നോ വന്നിടുന്നു ആബ ഗിൽബർട്ട്, മകൾ ആബ ഗിൽബർട്ടിന് ബാംഗ്ലൂരിൽ ടെക്നോ പാർക്കിൽ ഒരു ടെസ്റ്റ് ഉണ്ടെന്ന്. നാളെ അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം, വിജയം ലഭിക്കേണ്ടതിന്. ഈ പകൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. താങ്ക് യു മിസ്റ്റർ ആബ ഗിൽബർട്ട്. മകളുടെ വിവരം ഇങ്ങനെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞല്ലോ. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. അനേകർ ഇപ്പോൾ തന്നെ ഫോണിലുണ്ട്. നിങ്ങളുടെ വിവരങ്ങൾ അറിയിക്കൂ. ഒരു കൂട്ടം ദൈവമക്കൾ നിങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. പക്ഷെങ്കിൽ ആ മകളോടും ആ പിതാവിനോടും അതുപോലെ വിവിധ ടെസ്റ്റുകളെ നേരിടുന്ന പ്രിയപ്പെട്ടവരെ ഇന്ന് പകൽ ആ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഞങ്ങളോടൊപ്പം 2 കരങ്ങൾ ഉയർത്തി യേശുവേ നീ മാത്രം, യേശുവേ നീ മാത്രം, യേശുവേ നീ മാത്രം, യേശുവേ നീ മാത്രം. നിന്നിൽ നിന്നോ വന്നിടുന്നു നിൻ മഹിമൈ. എനിക്ക് ഉയർച്ചയുണ്ടെങ്കിൽ യേശുവേ അങ്ങിൽ നിന്നാ വരുന്നത്. എനിക്കൊരു നന്മയുണ്ടെങ്കിൽ യേശുവേ അങ്ങിൽ നിന്നാ അത് വരുന്നത്. എനിക്ക് നിത്യജീവൻ ഉണ്ടെങ്കിൽ അത് അങ്ങിൽ നിന്ന് മാത്രമാണ് യേശുവേ അതെനിക്ക് ലഭിക്കുന്നത്. എനിക്ക് സൗഖ്യമുണ്ടെങ്കിൽ യേശുവേ അത് അങ്ങിൽ നിന്ന് മാത്രമാണ് എനിക്ക് ലഭിക്കുന്നത്. ഞങ്ങളോട് ഒന്നിച്ചു ചേർന്ന് നിന്നിൽ നിന്നും യേശുവേ നിന്നിൽ നിന്നും one more time നിന്നിൽ നിന്നോ നിന്നിൽ നിന്നോ എന്റെ വിടുതൽ യേശുവേ അങ്ങിൽ നിന്ന്, എന്റെ പ്രതീക്ഷ യേശുവേ അങ്ങിൽ നിന്ന്, എന്റെ ഉയർച്ച യേശുവേ അങ്ങിൽ നിന്ന്. അന്യഭാഷകളാൽ ദൈവത്തിന്റെ ആത്മാവ് നിറച്ചവർ അന്യഭാഷകളിൽ സന്ദർഭത്തിൽ ഞങ്ങളോടൊപ്പം ആരാധിച്ച് വന്നിടുന്നു നിൻ മഹിമയ്ക്കായി. നിന്നിൽ നിന്നോ വന്നിടുന്നു നിൻ മഹിമയ്ക്കായി. 2 കരങ്ങൾ ഉയർത്തി നിന്നിൽ നിന്നോ ഹല്ലേലൂയ ഹല്ലേലൂയ. ആ തീച്ചൂളയ്ക്കകത്തേക്ക് യേശുവിന്റെ തേജസ് ഇറങ്ങുകയാണ്. ആ കെട്ടുകൾ യേശുവിന്റെ ആത്മാവ് അവിടെ അഴിച്ചു മാറ്റുകയാണ്. ദീർഘകൊല്ലങ്ങളായി നിങ്ങളുടെ മുൻ തലമുറകൾ മുതൽ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ മുൻ തലമുറകളുടെ മേൽ, നിങ്ങളുടെ കുടുംബത്തിന്റെ മേലെ ദുഷ്ടനായ പിശാച് കൊണ്ടുവച്ചിരുന്ന ചങ്ങലകൾ, ആധിപത്യങ്ങൾ, അടിമത്തങ്ങൾ ഇന്ന് പകൽ യേശുവിന്റെ നാമത്തെ നാം ഉയർത്തുന്നതിലൂടെ ദൈവശക്തി അവിടെ ഇറങ്ങുന്നത് കൊണ്ട്
ആ ചങ്ങലകൾ അവിടുന്ന് പൊട്ടിമാറുന്നു, ആ ശാപങ്ങൾ അവിടെ അഴിയുന്നു, ആ കെടുതികൾ അവിടുന്ന് ഓടി മറയുന്നു. നിങ്ങൾ ക്രിസ്തുയേശുവിനാൽ അനുഗ്രഹിക്കപ്പെടുന്നു. യേശു നമുക്കായി ഒരുക്കിയ നിത്യജീവൻ നിങ്ങളുടെയും സ്വന്തമായി മാറുന്നു. വിശ്വസിക്കൂ, ഈ നിമിഷം വിശ്വസിക്കൂ. യോഹന്നാൻ 1:12 നാം ഇങ്ങനെ വായിക്കുന്നു, യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും. ഇന്ന് പകൽ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയമുള്ളവരെ, ഈ യേശു നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയാണ് മരിച്ചത്. യേശുവിന്റെ രക്തം നമ്മുടെ എല്ലാവരുടെയും ലോകത്തിൽ ജനിച്ചതും ഇപ്പോഴുള്ളതും ഇനിയും ജനിക്കുവാനുള്ളതുമായ സകല മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയ കാൽവറി ക്രൂശിൽ യേശു തന്റെ ചോര ഒഴുക്കിയത്. ഇനി നമ്മളെ തന്നെ നമ്മൾ വിഷമിപ്പിക്കേണ്ട. ഇനി മാനുഷികമായ വഴിയിലൂടെ പാപവിമോചനത്തിന് വേണ്ടി ഓടണ്ട. യേശു ക്രൂശിൽ കിടന്ന് തന്റെ പ്രാണനെ പിതാവിന്റെ കരങ്ങളിലേക്ക് മനുഷ്യപുത്രൻ എന്ന നിലയിൽ, താൻ ദൈവമായിരിക്കും മനുഷ്യപുത്രൻ എന്ന നിലയിൽ തന്റെ ആത്മാവിനെ പിതാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ യേശു ഇങ്ങനെ പറഞ്ഞു, സകലതും നിവർത്തിയായി. It is finished. Tetelestai. It is done. It is a done deal. What we are talking about is a done deal. ഇനി ഒന്നും ചെയ്യുവാനുള്ള കാര്യമല്ല ഞങ്ങൾ സംസാരിക്കുന്ന വചനത്തിന്റെ സത്യം. It is a done deal. ഇത് മുഴുവൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. യേശു ചെയ്ത് തന്നു കഴിഞ്ഞു. പാപപരിഹാരത്തിന് വേണ്ടിയുള്ളത് മുഴുവൻ യേശു ചെയ്തു കഴിഞ്ഞു. മനുഷ്യന്റെ പാപപരിഹാരത്തിന് വേണ്ടിയുള്ളത്, മനുഷ്യൻ നിത്യജീവൻ അനുഭവിക്കേണ്ടതിന്, മനുഷ്യൻ യേശുവിന്റെ സമാധാനം അനുഭവിക്കേണ്ടതിന്, മനുഷ്യ ജീവിതം അടിമത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കേണ്ടതിന്, എല്ലാം ചെയ്യേണ്ടത് മുഴുവൻ യേശു ചെയ്തു കഴിഞ്ഞു. ആകയാൽ ഒന്നിച്ച് ഞങ്ങളോടൊപ്പം ചേർന്ന് സകലതും നമുക്ക് വേണ്ടി പൂർത്തീകരിച്ച് യേശുവിന്റെ സന്നിധിയിലേക്ക് കരങ്ങളെ ഉയർത്തി സന്തോഷത്തോടെ ഒന്നിച്ച് രണ്ട് കരങ്ങൾ കൂട്ടിയടിച്ച് നന്ദിയോടെ അല്പനിമിഷങ്ങൾ വായികളെ തുറന്ന് അന്യഭാഷകളാൽ നിറഞ്ഞവർ അന്യഭാഷകൾ അല്ലാത്തവർ സ്വന്തം ഭാഷകൾ ഞങ്ങളോടൊപ്പം ദൈവത്തെ ആരാധിച്ച ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. ധാരാളം പ്രാർത്ഥനാ വിഷയങ്ങൾ ഇവിടെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്റ്റുഡിയോയുടെ അടുത്ത സ്റ്റുഡിയോയില് ധാരാളം ദൈവമക്കൾ ഇപ്പോൾ തന്നെ ആളുകൾക്ക് വേണ്ടി വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും യേശു നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ ചെയ്യും. ഇന്നലെ ഒരു മാന്യ ജീവിതം ഞങ്ങളെ അറിയിച്ച വിവരം, പാല് രാവിലെ കാപ്പിയിടേണ്ടതിന് വേണ്ടി തിളപ്പിക്കാൻ അടുപ്പിൽ വെച്ചിട്ടാണ് അവർ ഈ പ്രോഗ്രാമിന്റെ മുമ്പിൽ വന്നിരുന്നത്. പക്ഷെ പാൽ അടുപ്പിലുണ്ടെന്നുള്ള കാര്യം അവർ മറന്നുപോയി. ആരാധനയ്ക്കുള്ളിലേക്ക് അവർ ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രവേശിക്കപ്പെട്ടു. വേഗം ഹസ്ബൻഡും കൂടെ വന്ന പ്രാർത്ഥനയിൽ, ആരാധനയിൽ ടെലിവിഷന്റെ കൂടെ മുമ്പിൽ വന്നിരുന്നു. അവർ വിളിച്ചു പറഞ്ഞ വാക്ക്, ഓഫീസിൽ പോലും ഹസ്ബൻഡ് പോകാൻ അല്പം താമസിച്ചു, പക്ഷെങ്കിൽ ഭവനത്തിനകത്ത് ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കഴിഞ്ഞു. എത്ര ശ്രേഷ്ഠമായ അനുഭവം! ജോലികൾ പോലും മറന്ന് കേരളത്തിൽ മനുഷ്യർ ദൈവത്തിന്റെ സന്നിധികൾ രാവിലെ സമയം ഹാർവസ്റ്റ് ടെലിവിഷൻ ട്യൂൺ ചെയ്ത്, അഥവാ നിങ്ങളുടെ സെറ്റ് ബോക്സുകളിൽ ഹാർവസ്റ്റ് ടെലിവിഷൻ കിട്ടുന്നില്ല എങ്കിൽ ഇന്റർനെറ്റിലൂടെ ഇത് ലഭ്യമാണ്. harvesttv.in എന്ന വിലാസത്തിലേക്ക് വേഗം ലോഗിൻ ചെയ്യൂ. ലോകത്തിന് ഏതു രാജ്യത്തിരുന്നാലും ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ പങ്കുചേരുവാനായിട്ട് സാധിക്കും. പ്രാർത്ഥിക്കുന്ന കേരളം നമ്മുടെ മേലുണ്ടായിരുന്ന നാണക്കേടുകളെ ഈ പ്രാർത്ഥനയിലൂടെ ദൈവം മാറ്റുക. ഈ സംസ്ഥാനത്തിന്റെ മുഴുവൻ അന്തരീക്ഷത്തെയും യേശുവിന്റെ ആത്മാവിനാൽ ഇതിന് മുഴുവൻ മാറ്റം സംഭവിക്കാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിന്റെ വചനം നമ്മെ ഇങ്ങനെ വിളിച്ചു പറയുന്നു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്റെ മേലെ എന്റെ ആത്മാവിനെ പകരുമെന്ന് എന്റെ കർത്താവ് പറഞ്ഞു. എങ്കിൽ നാം ജീവിക്കുന്ന ഈ കാലഘട്ടം മുൻപൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതുപോലെ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പകർച്ചയുടെ നാളുകള്. ആകയാൽ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു. കമോൺ, ഞങ്ങളോട് ഒന്നിച്ച് ചേർന്ന് രണ്ട് കരങ്ങളെ ഉയർത്തി ഒരു നിമിഷം ചേർന്ന് വായികളെ തുറന്ന് യേശുവേ സ്തോത്രം എന്നോട് ചേർന്ന് പറയുമോ? യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. From the depth of our hearts, let's say, Jesus, I'm so grateful to you. I'm so grateful to you, Lord. I'm so thankful to you, Lord.
Lord, my heart is overflowing with joy and gratitude towards you, Lord, for what you have done in my life, Lord. That it is all inexplicable, Lord. It's beyond measure that what you have done in my life. കർത്താവേ, എൻ്റെ വാക്കുകൾ കൊണ്ട് എനിക്ക് വിവരിക്കാൻ കഴിയുന്നതിനുപരിയായി പ്രാർത്ഥന വിഷയങ്ങൾ ഇവിടെ എടുത്തു പറയാവുന്നത് മാത്രമാണ് ഈ സ്ക്രീനിലേക്ക് കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. യേശുവേ, thank you Jesus. കഴിഞ്ഞ രാത്രിയിൽ കിടന്നുറങ്ങിയ അനേകർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഹല്ലേലൂയ, അല്പം കൂടെ ശബ്ദം ഉയർത്തി നമുക്കൊന്നിച്ച് നന്ദിയുള്ള ഹൃദയത്തോടെ യേശുവേ, നീ ഉണ്ടാക്കിയ ആകാശത്തെയും നക്ഷത്രങ്ങളെയും സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച ഓരോന്നിനെയും നോക്കുമ്പോൾ അവിടുന്ന് മനുഷ്യനെ ഓർക്കേണ്ടതിന് മനുഷ്യൻ എന്തുമാത്രം. What is man, Lord, that you are mindful of him? It's not because of our greatness, Lord, that you are thinking about us or you are counting on us. Just because of your greatness that you think about us. പ്രിയമുള്ളവരെ, God has not planned any evil for your life. നിങ്ങളുടെ ജീവിതത്തിന് വിരോധമായി ദൈവം ഒരു ദോഷവും പദ്ധതിയിട്ടിട്ടില്ല. Always Jesus has a future for you. എപ്പോഴും യേശുവിന് നിങ്ങൾക്ക് വേണ്ടി ശുഭമായ ഒരു ഭാവിയുണ്ട്. രണ്ട് കരങ്ങളും കർത്തൃസന്നിധിയിലേക്ക് ഒന്ന് ഉയർത്തി ഹൃദയംഗമായി Thank you, Holy Spirit. ഒരിക്കൽ കൂടെ രണ്ട് കരങ്ങളും ഉയർത്തി Thank you, Jesus. Thank you, Jesus. Who am I, Lord, to stand before you? But your Son through Christ Jesus. നിന്റെ മുമ്പിൽ നിൽക്കുവാൻ ഞാൻ എന്തുള്ളൂ പിതാവേ? അങ്ങയുടെ പുത്രൻ യേശുവിന്റെ നാമത്തിൽ അങ്ങയുടെ മകനായ ഒരു ഭാഗ്യമല്ല. സ്വർഗസ്ഥലങ്ങളിൽ അവിടുന്ന് എന്നെ ഇടുക്കിയിരുത്തി സ്വർഗീയ അധികാരം, സ്വർഗീയ മഹിമകൾ അവിടുന്ന് എനിക്ക് നൽകി. നിന്റെ മകനാക്കി എന്നെ തീർത്തു. നന്ദി പിതാവേ. കഴക്കൂട്ടത്തു നിന്ന് മകൾ സനു സ്കിൻ പ്രോബ്ലത്താൽ ഭാരപ്പെടുന്നു, ഹോൾ ബോഡി. ശ്രീലത, യേശു ഇന്ന് പകൽ നിങ്ങളുടെ മകളെ സമ്പൂർണമായി സൗഖ്യമാക്കും. ഗ്ലോറി ടു ദ ലോർഡ്. ഫിലോമിന കാട്ടാക്കട ഭവനം നല്ല വിലയ്ക്ക് വിൽക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് അപേക്ഷിച്ചിട്ടുണ്ട്. എമർജൻസി ആയിട്ടതാ മലയിൻ കീഴിൽ നിന്ന് ഹസ്ബൻഡ് പനിയാലും വിറയലിനാലും അതിഭയങ്കരമായി ഭാരപ്പെടുന്നു. എമർജൻസി ഇതായ അങ്ങനെ തന്നെ എഴുതിയാണ് ഇപ്പോൾ ഈ പ്രയർ റിക്വസ്റ്റ് ഇവിടെ വന്നിരിക്കുന്നത്. കമോൺ, എന്തു ചെയ്യണമെന്നറിയാൻ കഴിയാതെ കുടുംബം വിഷമിക്കുമ്പോൾ ഇതേപോലെ എമർജൻസി സിറ്റുവേഷനിൽ ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ ഭാരപ്പെടുന്ന ധാരാളം ആളുകൾ ഇപ്പോൾ നമ്മളോടൊപ്പം ഈ പ്രാർത്ഥന ലൈനിലുണ്ട്. എല്ലാ ദൈവമക്കളും കരങ്ങളെ ഉയർത്തി എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, എന്നോടൊപ്പം ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം ആയിരക്കണക്കിന് ദൈവദാസന്മാർ ഈ പ്രാർത്ഥനയിൽ അവരുടെ മുറികളിൽ മുട്ടുമടക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കരവി പ്രാർത്ഥന വിഷയത്തിന് മേൽ ഈ ജീവിതങ്ങളുടെ മേൽ വെക്കുമ്പോൾ ആ പ്രിയപ്പെട്ടവന്റെ ശരീരത്തിലുള്ള പനിയും കെടുതിയും ഇപ്പോൾ മാറട്ടെ. സമ്പൂർണമായ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ ഉണ്ടാകട്ടെ. യേശുവിന്റെ സമൃദ്ധമായ ജീവൻ വ്യക്തമായി മൺകൂടാരത്തിൽ ഇപ്പോൾ തന്നെ വ്യാപിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രിയ പിതാവേ, ഫിലോമിന, നിങ്ങൾക്ക് നല്ല ഭവനം യേശു നൽകും. ദൈവം തുറക്കുന്ന വൻ വഴികളെ കുറിച്ച് ഞങ്ങൾക്ക് കേൾക്കുവാൻ കഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ആ സ്ക്രീനിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചാട്ട് ഞങ്ങളോടൊപ്പം യേശു അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി അസാധാരണമായ വഴികൾ ദൈവം തുറക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ വലിയ വഴികൾ അവർക്കായി തുറക്കപ്പെടട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഭവനം ഉണ്ടാകട്ടെ. രണ്ട് കരങ്ങളും ഉയർത്തി ആലംബം നീ എനിക്ക്, നീയൻ സ്വന്തം
നീ എൻ പക്ഷി. അല്പം വിഷമസന്ധിയില്ല എങ്കിലും യേശുവോട് പറ, യേശുവേ നീ എന്റെ സ്വന്തമാണ്. ആഴിയിൻ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. ചൂരച്ചെടിയും കീഴിലും ശ്രീലത മകൾ സനുവിനെ ഉച്ച മുതൽ പാദം വരെ യേശു സമ്പൂർണമായി സൗഖ്യമാക്കുന്നു. ഈ പ്രാർത്ഥന മുറിക്കകത്ത് കടന്നു വന്ന ഇതേ പ്രയാസം നേരിട്ട അനേകരുടെ വിടുതലുകൾ എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പകൽ യേശു ആ മകളെ സൗഖ്യമാക്കുന്നു. ആ സ്ക്രീനിൽ കരം വെച്ച്, അല്ലെങ്കിൽ ആ പ്രിയ മാതാവിനോട് ആ മകളുടെ മേൽ കരം വെച്ച് പ്രാർത്ഥിച്ചാണ് ഞങ്ങളോടൊപ്പം സ്നേഹത്തിന്റെ ആത്മാവിൽ, യേശുവിന്റെ സ്നേഹത്തിൽ ഐക്യതയോടെ നിന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ചാണ്. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങൾ എന്നോടൊപ്പം പ്രാർത്ഥനയിൽ ചേരുന്ന ദൈവത്തിന്റെ ദാസിദാസന്മാരോ, servants of God joining us from different nations of the world, let's pray together for the complete healing of Sanu, a daughter who is suffering from head to toe with skin rashes and problems. Hallelujah. ഈ പകൽ യേശുവിന്റെ നാമത്തിൽ പൂർണ്ണ സൗഖ്യം അവിടെ ഉണ്ടാകട്ടെ. In the mighty name of Jesus, let there be complete healing. യേശുവിന്റെ നാമത്തിൽ സ്കിൻ ഡിസീസസ് മാറട്ടെ, സ്കിൻ ഡിസീസസ് മാറട്ടെ, സ്കിൻ ഡിസീസസ് മാറട്ടെ, ത്വക്ക് രോഗങ്ങൾ മാറട്ടെ, വെള്ളപ്പാണ്ടിന്റെ രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ, ത്വക്ക് രോഗങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തൊലി ഇളകിപ്പോകുന്ന അവസ്ഥകൾ മാറിപ്പോകട്ടെ, തൊലി പഴുത്തളിഞ്ഞു പോകുന്ന അവസ്ഥകൾ യേശുവിന്റെ നാമത്തിൽ മാറട്ടെ. തൊലിയുടെ മേലുള്ള ക്യാൻസർ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഞങ്ങളോടൊപ്പം പുകയുന്ന തീരിയെ കെടുത്താത്ത യേശു ഒരിക്കലും നമ്മെ തള്ളിക്കളയില്ല. Jesus will never leave you nor forsake you. He wants to just grab you into his hands. Jesus just wants to grab you into his hands. യേശുവിന്റെ ഇഷ്ടം നമ്മെ ഓരോരുത്തരെയും തന്റെ കരകളിലേക്ക് എടുത്ത് മാർവോട് ചേർത്ത് അണയ്ക്കുവാൻ അവൻ ഇഷ്ടപ്പെടുന്നു. സ്നേഹത്തിന്റെ മകുടമായവൻ, നിർവ്യാജ സ്നേഹത്തിന്റെ മകുടമായവൻ, നിഷ്കളങ്ക സ്നേഹത്തിന്റെ മകുടമായവൻ. Oh, the glory of sincere love is ready to grab you in his hand. അവൻ നമ്മെ തന്റെ കരങ്ങളിൽ ആശ്രയിക്കുവാൻ വിശ്വസ്തന. ഈ പകൽ ഞങ്ങളോടൊപ്പം ചതഞ്ഞോട് അവൻ ഒടിക്കുന്നില്ല. ഈ കോറസ് തന്നെ ഒരു പ്രാവശ്യം കൂടെ പാടാൻ പോകുക. ചതഞ്ഞോട യേശു ഒടിച്ചു കളയത്തില്ല, പുകയുന്ന തിരി യേശു കെടുത്തി കളയത്തില്ല. He will never put out a smoldering wick. അവൻ ഒരിക്കലും യേശു ചതഞ്ഞോടെ ഒടിക്കുകയില്ല. Yes, Lord. ഒരു നിമിഷം ഈ സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഏത് വിഷയത്തിലാണ് താങ്കൾ ഉടഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. ജീവിതത്തിൽ പ്രയാസങ്ങൾ, വെല്ലുവിളികൾ വരുമ്പോൾ നമ്മൾ എല്ലാവരും പറയും, എന്റെ കൂടെ നിന്നവരെല്ലാം എന്നെ ഉപേക്ഷിച്ചു, ആരുമില്ലാതെ ഞാൻ ഒറ്റയ്ക്കായി, ഞാൻ പ്രതീക്ഷിച്ചിരുന്നവരെല്ലാം അവരുടെ വഴിക്ക് തിരിഞ്ഞല്ലോ, സഹായത്തിന്റെ കരമ ഇന്നടത്തുനിന്ന് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ തക്ക സമയത്തിയപ്പോൾ അവരും കൈമലർത്തിപ്പോയി. മരണമല്ലാതെ എനിക്ക് വേറെ വഴിയില്ല എന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഇന്ന് പകൽ ആ ചിന്തകൾക്കല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്. യേശു നമുക്കായി കരുതിയ ഭാവിക്ക് പ്രാധാന്യം കൊടുക്കും. നിങ്ങൾ പറയും എനിക്കൊട്ടും ബലമില്ല, നിങ്ങൾ പറയും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഒരുപക്ഷെങ്കിൽ നിങ്ങൾ പറയും എല്ലാം ഇരുണ്ട അവസ്ഥയാണ്. പക്ഷേ മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു, യേശുവിന്റെ ആത്മാവ് നമ്മുടെ മേൽ വരുമ്പോ, അവൻ പരിശുദ്ധാത്മാവിലും തീയിലും നമ്മെ സ്നാനം കഴിപ്പിക്കുമ്പോ ദുർഘടങ്ങളുടെ മീതെ നമുക്ക് നടക്കുവാൻ സാധിക്കും.
ബഹുമാന്യ പ്രിയമുള്ളവരെ, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നവരെ, എന്റെ ജീവിതത്തിൽ നൂറുകണക്കിന് പ്രശ്നങ്ങൾ അന്നും ഇന്നും ഒരുപോലെ ഉണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ മാറുവാൻ ഞാൻ അധ്വാനിച്ചിട്ടില്ല. ആരംഭത്തിലൊക്കെ ചിന്തിച്ചു അത് മാറണമല്ലോ. പക്ഷെ യേശുവിന്റെ മുഖത്ത് നോക്കിയപ്പോ ആ പ്രശ്നങ്ങളും വെല്ലുവിളികളും എല്ലാം ഇന്നും അപ്പാടെ നിപ്പുണ്ട്. ഒരു മാറ്റവും ആ പ്രശ്നങ്ങൾക്ക് വന്നിട്ടില്ല. പക്ഷെ യേശു ചെയ്ത കാര്യം കേൾക്കണമോ? ആ പ്രശ്നങ്ങളെക്കാൾ ആയിരക്കണക്കിന് മൈലുകൾ മുൻപിലേക്ക് എന്റെ യേശു എന്നെ ഉയർത്തിക്കൊണ്ടുവന്നു. പ്രശ്നങ്ങളെ ഓർത്ത് വിഷമിക്കേണ്ട. പ്രശ്നങ്ങളുടെ നടുവിൽ കരം പിടിച്ചുയർത്തുന്ന യേശുവിന്റെ മുഖത്തേക്ക് നോക്ക്. രണ്ട് കരങ്ങളും ഉയർത്തി അല്പനിമിഷങ്ങൾ യേശുവേ, ഐ നീഡ് യു ജീസസ്, ഐ നീഡ് പ്യാരെ പ്രഭു യേശു, പ്യാരെ പ്രഭു യേശു. ആഴിയിൻ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. ആ മാർവോട് കരം ചേർത്ത് വെച്ചോട്ട് പറ. ആഴിയിൻ ആഴങ്ങളിൽ ആലംബം നീ എനിക്ക്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ ഇന്നലെ ദൈവത്തിന്റെ വചനം വ്യക്തിപരമായ ജീവിതത്തിൽ ധ്യാനിക്കുമ്പോൾ 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ പൗലോസ് എന്ന അപ്പോസ്തലൻ തന്റെ ആത്മീയ മകനായ തിമോത്തിയോസിനോട്, നന്നേ ചെറുപ്രായത്തിൽ ഒരു വലിയ പ്രാദേശിക സഭയുടെ ഉത്തരവാദിത്വത്തിലേക്ക് വന്ന ഒരു ദൈവദാസന തിമോത്തിയോസ്, അദ്ദേഹത്തോട് പറയുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: Preach the word, വചനം പ്രസംഗിക്കുക. Be ready in season and out of season. സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ആ ഒരുങ്ങിയിരിക്കുക എന്ന പദം ഞാൻ ദൈവവചനത്തിൽ നിന്ന് അതിന്റെ മൂലഭാഷയിലേക്ക് പോയപ്പോ ആ തർജ്ജമ ചെയ്തിരിക്കുന്ന വാക്കിനേക്കാൾ കുറച്ചുകൂടെ ആഴമേറിയ അർത്ഥമാണ് ആ വാക്ക് നമുക്ക് നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. Stand firm. My son Timothy, stand firm. എന്റെ മകനെ തിമോത്തിയോസേ, ഉറച്ചു നിൽക്കുക. ഒരുപാട് പ്രശ്നങ്ങൾ വരും നിന്റെ മുമ്പിൽ. തലയ്ക്ക് മീതെ പെരുവെള്ളങ്ങൾ കവിഞ്ഞു വരുന്ന അവസ്ഥകൾ ഉണ്ടാകും. പക്ഷെ ഒരു ദൈവത്തിന്റെ ഭക്തൻ ദൈവത്തിന്റെ ആത്മാവെന്ന് ലഭിച്ച വെളിപ്പാട് തന്റെ ആത്മീയ മകന് നൽകുക. ഉറച്ചു നിൽക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തോട് ഇന്ന് പകൽ ഈ വചനം സംസാരിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ഓൾവേസ് വി തിങ്ക് അബൌട്ട് ക്വിറ്റിംഗ്. ഒരു പ്രയാസം നേരിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന വേളയിൽ പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചു, എല്ലായിടത്തും ഓടി ഒളിക്കുക. ചിലർ ചിന്തിക്കും ജീവിതത്തിൽ നിന്ന് പോലും ഓടി ഒളിക്കുക. സഹോദരങ്ങളെ, ഒരാൾ ചതിച്ചത് കൊണ്ട് ജീവിതം മുഴുവൻ തീർന്നില്ല. ഒരു ദിവസം ഫാക്ടറി കത്തിപ്പോയത് കൊണ്ട് ജീവിതം മുഴുവൻ ഇരുട്ടിലാകുന്നില്ല. ഒരു മഴയും പേമാരിയും വന്നതുകൊണ്ട് എല്ലാം അവസാനിച്ചു എന്ന് ചിന്തിക്കല്ലേ. ഭൂകമ്പം ജപ്പാനിൽ ഉണ്ടായത് കൊണ്ട് ലോകം മുഴുവൻ അവസാനിച്ചു എന്ന് ഒരിക്കലും ചിന്തിക്കല്ലേ. 4 വണ്ടി ഇടിച്ചു എന്നതിന്റെ അർത്ഥം വാഹനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന കമ്പനികളെല്ലാം അത് നിർത്തി, വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിച്ചവരെല്ലാം അത് നിർത്തി എന്നല്ല ഇതിന്റെ അർത്ഥം. ചിലർക്ക് അപകടങ്ങൾ ഉണ്ടായി, അത് ശരിയാ. ചിലർ വഴിയിൽ പാർക്ക് ചെയ്തിട്ടുണ്ട്, ശരിയാ. ഇപ്പോൾ തന്നെ ചില വാഹനങ്ങൾ കുഴിയിലാ കിടക്കുന്നത്, സമ്മതിച്ചു. പക്ഷെ അതിനേക്കാൾ എത്രയോ കോടിക്കണക്കിന് ആളുകൾ വാഹനങ്ങൾ വാങ്ങിക്കുന്നു, വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നു. എന്നെ ശ്രദ്ധിക്കൂ പ്രിയമുള്ളവരെ, ഇന്ന് നേരിടുന്ന പ്രശ്നം എല്ലാത്തിന്റെയും അവസാനമല്ല. ബൈബിൾ വ്യക്തമായി പറയുന്നു, സ്റ്റാൻഡ് ഫേം. നൗ, ഉറച്ചു നിൽക്കുക. ആ വാക്ക് എപ്പിസ്റ്റിമി എന്ന ഒരു ഗ്രീക്ക് പദത്തിൽ നിന്ന് ആ വാക്ക് വന്നിരിക്കുന്നത്. 2 വാക്കുകളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ്. എപ്പി, EPI, എപ്പി മീൻസ് upon, and അടുത്തതിന്റെ ഇസ്റ്റിമി മീൻസ് stand firm. That means എന്തൊക്കെ സംഭവിച്ചാലും ഉറച്ചു നിൽക്കുക. രണ്ടും കൂടെ ചേർന്ന് വരുന്ന അർത്ഥം നോക്കിക്കേ.
തിമോഥെയോസിനോട് ദൈവത്തിന്റെ ഭക്തൻ പറയുന്നത്. സോ ആ വാക്കിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ഇത് മിലിറ്ററി പശ്ചാത്തലത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ്. സ്റ്റാൻഡ് ഫേം. ബോർഡറിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പട്ടാളക്കാരന് ശത്രുക്കൾ തന്റെ നേരെ തന്നെ കൊന്നൊടുക്കേണ്ടതിന് കടന്നു വരുമ്പോഴും ഒരിക്കലും തിരിച്ചോടുവാൻ തന്നെ പഠിപ്പിച്ചിട്ടില്ല. തന്നെ പഠിപ്പിച്ചിരിക്കുന്ന അതിന്റെ മുൻപിലും നിവരെ നിന്ന് ആ ശത്രുവിനെ നേരിടുക. അതേ വാക്കാണ് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. Come on. അതേ വാക്ക് തന്നെയാണ് ദൈവവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നലത്തെ ആ ഇന്റർവ്യൂവിൽ തോറ്റു, ജീവിതം മുഴുവൻ നശിച്ചെന്നല്ല എൻ്റെ അർത്ഥം. അടുത്ത കമ്പനി നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ദൈവം ഒരുക്കുകയാണ്. ഇന്നലെ ആ രാജ്യത്ത് പോകുവാൻ നിങ്ങൾ ഇന്റർവ്യൂവില് പരിശ്രമിച്ചു, ലഭിച്ചില്ല, കുഴപ്പമില്ല. അടുത്തൊരു രാജ്യം ദൈവം നിങ്ങൾക്കായി ഒരുക്കുന്നു. വഴിയില്ലാത്തടത്ത് വഴി തുറക്കുന്ന ദൈവം. നിങ്ങളുടെ ജീവിതത്തിന്റെ പാട്ട് ഇന്നു മുതൽ ഇതായിരിക്കും: ഉയർത്തി എന്നെ യേശു തന്റെ കരത്താൽ. നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങളത് പാടും. എന്റെ യേശുവേ, അന്ന് ആരിലും ഞങ്ങളോട് ചേർന്ന് യേശു യേശു. പ്രാർത്ഥനാ വിഷയങ്ങൾ അനേകം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി തുടർന്ന് ദൈവമക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. യേശുവിന്റെ അത്ഭുത വിടുതൽ നമുക്ക് വ്യക്തമായി അനുഭവിക്കാൻ കഴിയും. ഈ ദിവസങ്ങളിൽ പത്രത്തിൽ സാധാരണ വരുന്ന വർത്തമാനമാണ്: കൊച്ചു കുട്ടികളെ, യൗവനക്കാരെ കാണാതാകുന്നു, മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു. യങ് ചിൽഡ്രൻ ആർ ബീങ് അബ്ഡക്റ്റഡ് by terrorist guerrilla groups or by people, kidney mafias. മനുഷ്യന്റെ കിഡ്നി എടുത്ത് അത് വിൽക്കുന്ന ഗ്രൂപ്പുകൾ സ്കൂളുകളിൽ നിന്നും വഴിയാത്രയിൽ നിന്നും വീടുകളിൽ നിന്ന് പോലും കുഞ്ഞുങ്ങളെ തട്ടിയെടുത്തുകൊണ്ട് പോകുന്നു. ഇന്നത്തെ പേപ്പറിനകത്ത് അങ്ങനെയുള്ള വാർത്തകൾ ധാരാളമുണ്ട്. ഇന്നലെ ഇവിടെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ മധ്യപ്രദേശിൽ നിന്ന് ഫോണിൽ വിളിച്ചു പറഞ്ഞു ഒരു കുഞ്ഞിനെ കാണുന്നില്ല. 10 വയസ്സുള്ള ഒരു ആൺകുഞ്ഞ് രാവിലെ സ്കൂളിലേക്ക് പോകാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുക. ആ കുഞ്ഞിനെ കാണുന്നില്ല. എന്ത് സംഭവിച്ചു ആ കുഞ്ഞിനെന്ന് അറിയില്ല. അവൻ രാവിലെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ അവൻ അവിടെ നിന്ന് ഇറങ്ങി അങ്ങ് പോയി. 18 കിലോമീറ്റർ ആ കൊച്ചു നടന്നു. ഇവിടെ ദൈവത്തിന്റെ മക്കളോട് പ്രാർത്ഥിക്കുവാനായിട്ട് ആവശ്യപ്പെട്ടു. ഒരു സാധ്യതയുമില്ല. 2:30 കഴിഞ്ഞപ്പോൾ അവന്റെ ബന്ധുക്കളിൽ, അകന്ന ബന്ധുക്കളിൽപ്പെട്ട 2 പേര് ഇവൻ നിൽക്കുന്ന ആ സ്ഥലത്ത് എത്തിച്ചേർന്നു. ആ മകനെ തിരിച്ച ഹോസ്റ്റലിലേക്ക് കൊണ്ടുവന്നു. ഇന്നലെ ആ പ്രിയപ്പെട്ടവർ നിറകണ്ണുകളോടെ ആ കുഞ്ഞിനെ എങ്ങനെയും കിട്ടിയേ പറ്റുകയുള്ളൂ എന്ന് വിളിച്ചു പറയുമ്പോൾ ശരിക്കും ഉള്ളൊരുക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഇന്നലെ 3 കഴിഞ്ഞപ്പോൾ അവർ വിളിച്ചു പറഞ്ഞു, ആ കുഞ്ഞിനെ ക്ഷേമത്തോടെ എത്തി ഞങ്ങൾക്ക് ലഭിച്ചു. യേശു ചെയ്ത അത്ഭുതത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ വർത്തമാന പത്രങ്ങളിൽ ധാരാളം ആളുകൾ അസമയത്ത് മരിക്കുന്നു. കൊള്ളക്കാരുടെ വെടിയേറ്റ് ടാൻസാനിയയിൽ മലയാളി വീട്ടമ്മ മരിച്ചു. എത്ര ദയനീയമാണ്. നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പൈറേറ്റ്സിന്റെ ആക്രമണത്താൽ എത്രയോ കപ്പലുകൾ പിടിച്ചടക്കപ്പെട്ട് ഇന്ത്യൻ സമുദ്രത്തിലും മറ്റു ലോകത്തിലെ അനേക സമുദ്രങ്ങളിലും ഈ കടൽ കൊള്ളക്കാരുടെ പിടിയിൽ അനേകർ ഇന്ന് ജീവനും മരണത്തിനും ഇടയിൽ മല്ലടിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് ഇന്ന് പകൽ അവരുടെ വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപകട മരണങ്ങൾ മാത്രമല്ല, സമയത്തിന് മുമ്പുള്ള മരണങ്ങൾ, മോഷ്ടാക്കള് എന്ന് വേണ്ട വിവിധ നിലകളിൽ നമ്മുടെ രാജ്യം, നമ്മുടെ ദേശം കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ നിമിഷം എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ച് യേശുവിന്റെ ഭരണം, യേശുവിന്റെ ആത്മാവോട് ഇറങ്ങട്ടെ. ഒന്ന് ചേർന്ന് കരങ്ങളെ ഉയർത്തി ചേർന്ന് പ്രാർത്ഥിച്ച്
ഈ വിഷയത്തിന് മറുപടി ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾക്ക് തരും. ഇതിനുശേഷം നമ്മൾ ഒന്നിച്ച് പാടാൻ പോകുന്നത് ഒരു ജയത്തിന്റെ കോശമായിരിക്കും. ഉയർത്തി എന്നെ യേശു തന്റെ കരങ്ങളാൽ. നമുക്ക് ഒന്നിച്ച് വർഷിപ്പ് ടീം അതിന് തയ്യാറാകുമ്പോൾ എന്നോട് ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ച്, എന്നോട് ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിച്ച്, എന്നോട് ചേർന്ന് ഒന്നിച്ച് പ്രാർത്ഥിക്കും, എന്നോട് ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. യേശുവേ, ഞങ്ങളുടെ സംസ്ഥാനത്ത്, ഞങ്ങളുടെ രാജ്യത്ത്, ഞങ്ങളുടെ ദേശത്ത്, ഞങ്ങളുടെ ഭാരതത്തില് യേശുവിന്റെ സമാധാനം ഉളവാകട്ടെ. ഓ ഹല്ലേലൂയ. ഭീകര പ്രവർത്തനങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്ന ജീവിതങ്ങളെ യേശുവേ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ. ജീവിതം അർത്ഥമുള്ളതായി മാറേണ്ടതിന് ഒരു രൂപാന്തരം നീ അവർക്ക് നൽകണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഓ വഴിപിഴച്ച ജീവിതത്തിലായിരിക്കുന്ന യൗവനക്കാർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ സ്നേഹത്താൽ അവരുടെ ഹൃദയം നിറയപ്പെടട്ടെ. ഇപ്പോൾ തന്നെ രൂപാന്തരപ്പെടുത്തുന്ന യേശുവിന്റെ അത്യന്ത ശക്തി അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ വെളിപ്പെടുമാറാകട്ടെ. കർത്താവേ, നിനക്ക് സ്തോത്രം. മരണം നിമിത്തം ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടവരുടെ ഭവനങ്ങളിലുള്ള ദുഃഖത്തിന്റെ താഴ്വരയിൽ ഈ പകൽ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് അവർക്ക് വേണ്ടി അവിടെ ഇറങ്ങി നിൽക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ, യേശുവിന്റെ നാമത്തിൽ പിതാവേ. യേശു തൻ കരം. ഇന്നു മുതൽ നിങ്ങളുടെ സാക്ഷ്യം ഇതായിരിക്കും. രണ്ട് കരങ്ങളും ഉയർത്തി. ധാരാളം ധാരാളം പ്രാർത്ഥന വിഷയങ്ങൾ. Thank you. Debt-ridden farmer sells his kidney. Mr. Tangachan. മത്സല്യപ്രിയമുള്ളവരെ, നമുക്ക് ശരീരത്തിൽ അവയവങ്ങൾ വിറ്റതുകൊണ്ട് നമ്മുടെ കടം മാറുന്നില്ല. ഇന്ന് കൊടുത്തു തീർക്കാനുള്ള പണം ചിലപ്പോൾ കൊടുത്തു തീർക്കാൻ പറ്റും. പക്ഷെ നമ്മളുടെ പാപത്തിന്റെ കടം ആര് കൊടുത്തു തീർക്കും? നമ്മൾ എങ്ങനെ കൊടുത്തു തീർക്കും? ഇന്ന് കൊടുത്തു തീർക്കാനുള്ള കുറച്ച് രൂപയുടെ കടം തീർക്കുകയല്ല ജീവിതത്തിൽ പ്രധാനം. ജീവിതത്തിന്റെ മുഴുവൻ കടവും തീർക്കുവാൻ ഒരേ ഒരുവനേ ഉള്ളൂ, അത് യേശു മാത്രം. അവന്റെ സന്നിധിയിലേക്ക് ഓടി അണയുമ്പോൾ ഈ പാട്ട് നിങ്ങളുടെയും സാക്ഷ്യമായി മാറും. ഉയർത്തിയ യേശുവേ, നീ എത്ര നല്ലവൻ. യേശുവേ, നീ എത്ര നല്ലവൻ. 4.5 വയസ്സുള്ള കുഞ്ഞിന് ശ്വാസം മുട്ടൽ. നെയ്യാറ്റിൻകരയിൽ നിന്ന് പ്രിയ സുരേഷ് ഈ വിവര പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. ശ്വാസം മുട്ടൽ, ആസ്മ, ലങ്സ് സംബന്ധമായ രോഗങ്ങളിലൂടെ പോകുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ ആത്മാവിനാൽ ഇപ്പോൾ അവർ നിറയട്ടെ. അവർ യേശുവിന്റെ സൗഖ്യം വ്യക്തമായി അനുഭവിക്കട്ടെ. ഇപ്പോൾ തന്നെ സമ്പൂർണ്ണ സൗഖ്യം ഈ കുഞ്ഞിന്, അതുപോലെ ആ വിഷയത്തിൽ ക്ലേശിക്കുന്ന അനേകർക്ക് ഉണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പിതാവേ. അബൂദാബിയിൽ നിന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അഭിനന്ദിക്കുന്നു. ഗൾഫിന്റെ വിവിധ രാജ്യങ്ങൾ ഞങ്ങളോടൊപ്പം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന അനേകരുണ്ട്. ഇന്നലെ ഒരു മാന്യ സഹോദരി വിളിച്ചു പറഞ്ഞു, ഞാൻ ഡ്യൂട്ടിക്കിടയിൽ എന്റെ ഫോണിൽ harvesttv.in കയറി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്തു. എന്തു ചെയ്യണമെന്നറിയാതെ വിഷമിച്ചിരുന്ന കുറച്ച് ദിവസങ്ങളിലൂടെ ഞാൻ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ യേശു എന്റെ ജോലിക്കിടയിൽ എന്റെ ടെലഫോണിലൂടെ എന്റെ യേശു എന്റെ അടുത്ത് വന്ന് എന്നെ തൊട്ട് സുഖപ്പെടുത്തി എന്റെ ജീവിതത്തിന് സമാധാനം നൽകി. എത്ര ശ്രേഷ്ഠമാണ്. അമേരിക്കയിൽ ഹ്യൂസ്റ്റണിൽ നിന്ന് വൈകിട്ടും ആളുകൾ വിളിച്ചു. ഹ്യൂസ്റ്റണിൽ നിന്ന് ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അഭിനന്ദിക്കുന്നു. അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ, ഇംഗ്ലണ്ടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, യൂറോപ്പിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നവരെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഭിനന്ദിക്കുന്നു. സഹോദരങ്ങളെ, നമ്മുടെ ദുരിതത്തിന്റെ അധ്യായം മാറി. 2013 ഒരു പുതിയ വർഷം, ദൈവത്തിന്റെ പ്രസാദത്തിന്റെ കാലം, ദൈവം പുതിയത് നമ്മൾ ചെയ്യുന്ന കാലം, ദൈവം ചെയ്യുന്ന പുതിയ നന്മയ്ക്കായി ഒന്നിച്ചൊരുങ്ങാൻ ചേർന്ന ഉയർത്തിയ യേശു തൻ കരം. ഉയർത്തിയ പർവ്വതങ്ങൾ യേശുവേ, നീ എത്ര നല്ലവൻ. യേശുവേ,
നീ എത്ര നല്ല. പേര് പറയാതെ, പേര് നിങ്ങളുടെ ഓഫീസിലുണ്ട്, പക്ഷെ ഇവിടെ പേരത് പറയുന്നില്ല. ശരീരത്തിൽ മുഴുവൻ വേദന, എഴുന്നേൽക്കാൻ വയ്യ, കിടക്കയിലായിരിക്കുന്ന ഒരു സഹോദരി, അതുപോലെ നൂറുകണക്കിന് ആളുകൾ ഈ പ്രയാസത്തിലൂടെ പോകുന്നുണ്ട്. എന്നെ സൗഖ്യമാക്കിയ യേശു, അവൻ തന്റെ വചനമയച്ച് ഇപ്പോൾ നിങ്ങളെയും സൗഖ്യമാക്കും. രണ്ട് കരങ്ങൾ ഉയർത്തി എന്നോട് ചേർന്ന പ്രാർത്ഥനയ്ക്ക് ചേർന്നാണ്ട് ദൈവദാസന്മാരെ നമുക്കൊന്നിച്ച് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഫോൺ ലൈനിലും അവരുടെ പ്രാർത്ഥനാ മുറിയിലും ടെലിവിഷന്റെ മുമ്പിലുമായി ഞങ്ങളോടൊപ്പം ധാരാളം ആളുകൾ ഇന്ന് പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട്. നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശു ജീവിതങ്ങൾ അത്ഭുത സൗഖ്യം നൽകും. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം ഇവിടെ ഉണ്ടാകട്ടെ. ആ സഹോദരി യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് തുള്ളിയും ചാടിയും ഇപ്പോൾ തന്നെ യേശുവിന്റെ ജീവനാൽ അവിടെ ഉച്ച മുതൽ പാദം വരെ സമ്പൂർണ്ണ സൗഖ്യം അനുഭവിക്കട്ടെ. യേശുവേ, ജനങ്ങൾ സ്തോത്രം ചെയ്യുന്നു. മാനസികമായ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്ന ഒരു ജീവിതം. മിസ്റ്റർ ആന്റണി, ഓ ഹല്ലേലൂയ, തൃശ്ശൂര്, കൊടുങ്ങല്ലൂർ, മാള, അങ്കമാലി, പാലക്കാട്, കോയമ്പത്തൂർ, കാസർഗോഡ്, വയനാട്, ആ ജില്ലകളിൽ നിന്ന് ഞങ്ങളോടൊപ്പം ഇന്റർനെറ്റിലും ടെലിവിഷനിലുമായി ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരെ ഞങ്ങൾ ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ അഭിനന്ദിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ മാനസിക രോഗത്തിന് കാരണമായ ദുരാത്മാക്കളെ ഞങ്ങൾ ശാസിക്കുന്നു. സമ്പൂർണമായ സ്വാതന്ത്ര്യം, സൗഖ്യം അവർക്കുണ്ടാകുമാറാകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഈ ആരാധന ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ രണ്ട് കരങ്ങളും ചേർന്ന് ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. ലോകത്തിലെ വിവിധ ആശുപത്രികളിൽ ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ മരണത്തോട് മല്ലടിക്കുന്നുണ്ട്. അവരുടെ രോഗനിമിത്തം അവർ പ്രയാസപ്പെടുന്നുണ്ട്. അവരുടെ ശരീരത്തിലേക്ക് ചെന്ന മരുന്ന് നിമിത്തം, ആ ചികിത്സകൾ നിമിത്തം, ആ കീറിയത്, ആ മുറിച്ചത്, ആ തുന്നിക്കെട്ടിയത്, കയ്യബദ്ധം പറ്റിയത് എന്ന് വേണ്ട വിവിധ നിലകളിൽ കഷ്ടപ്പെടുന്ന ജനലക്ഷങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. നമുക്ക് ഒന്നിച്ച് കരങ്ങളെ ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ വിശ്വാസത്തിന്റെ അടയാളമായി ഉയർത്തിക്കൊണ്ട് നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. യേശുവിന്റെ നാമത്തിൽ ആശുപത്രികളിലും ഭവനങ്ങളിലും ലോകത്തിന്റെ എല്ലാ രാജ്യങ്ങളിലും സൗഖ്യമില്ലാതെ ഭാരപ്പെടുന്നവർക്കായി ഇന്ന് പകൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണ സൗഖ്യം ഇപ്പോൾ അവിടെ ഉണ്ടാകട്ടെ. ദൈവമേ, തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, അവിടുന്ന് വചനമയച്ച് സൗഖ്യമാക്കുന്ന ദൈവമാ. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ അവരുടെ മേൽ യേശുവിന്റെ ജീവനുള്ള വചനം വ്യക്തമായി ഇറങ്ങട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ, ട്യൂമറുകൾ അപ്രത്യക്ഷമാകട്ടെ, കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ, നട്ടെല്ല് സംബന്ധമായ കെടുതികൾ ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ തന്നെ വ്യക്തമാക്കുന്നു. നട്ടെല്ല് സംബന്ധമായ കെടുതികൾ അകന്നുപോയത്, L1 L2 കെടുതികൾ സംഭവിച്ചത് ഇന്ന് പകൽ ഓർഡറിലേക്ക് വരുന്നു. യേശുവിന്റെ നാമത്തിൽ I declare divine order on your physical body in Jesus name. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ ദിവ്യമായ ക്രമം, and I declare ദിവ്യമായ ക്രമം, ഞാൻ ഒരിക്കൽ കൂടെ പ്രഖ്യാപിക്കുന്നു, ദൈവികമായ ക്രമം അവിടെ ഉണ്ടാകട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ക്രിയേറ്റീവായിട്ട് ഹല്ലേലൂയ ഓപ്പറേറ്റ് ചെയ്ത് കളഞ്ഞതായ അവയവങ്ങൾ പോലും ദൈവത്തിന്റെ ആത്മാവ് അവിടെ സൃഷ്ടിച്ചു വെക്കുന്നു. എന്റെ ജീവിതത്തിലെ അനുഭവമാണ്. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അത് ചെയ്തതുണ്ട്. എന്റെ യേശു സൃഷ്ടിതാവാൻ ദൈവമാകിയ വൈദ്യശാസ്ത്രം എടുത്തു കളഞ്ഞെങ്കിലും അതവിടെ തിരികെ കൊണ്ടുവെക്കുവാൻ സൃഷ്ടിതാവാം യേശുവിന് കഴിയുന്നു. യേശുവിന്റെ നാമത്തിൽ ക്രിയേറ്റീവ് മിറക്കിൾസ് അവിടെ ഉണ്ടാകട്ടെ, ഐബോൾസ് അവിടെ ഉണ്ടാകട്ടെ, കണ്ണിന്റെ കാഴ്ച ഉണ്ടാകട്ടെ, ചെവി തുറക്കപ്പെടട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. തുറന്നു വരുവാൻ ഞാൻ കൽപ്പിക്കുന്നു. ക്ലേശങ്ങൾ മാറട്ടെ, തലച്ചോറിലെ മുഴകൾ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ തികഞ്ഞ സൗഖ്യം ഉണ്ടാകട്ടെ. ഹൃദ്രോഗ സംബന്ധമായ കെടുതികൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. ഇപ്പോൾ ഹൃദയം നോർമലായി തീരട്ടെ, ബ്ലോക്കുകൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മാറട്ടെ യേശുവിന്റെ നാമത്തിൽ. പ്രിയ പിതാവേ, ഞങ്ങളോട് ചേർന്ന് രണ്ട് കരങ്ങളും ഉയർത്തി ധാരാളം പേര് പ്രാർത്ഥനാ വിഷയങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ. വളരെ ചുരുങ്ങിയ നിമിഷങ്ങൾ മാത്രമേ ഇനി നമ്മുടെ മുമ്പിലേക്ക് ശേഷിക്കുന്നുള്ളൂ. ഞങ്ങളോട് ചേർന്ന് രണ്ട് കരങ്ങളും ഉയർത്തി എന്നെ യേശു. ഈ പാട്ട് ചേർന്ന് പാടിയാട്ട്. ഈ പാട്ട് നിങ്ങളുടെ അനുഭവമാണ് സഹോദരങ്ങളെ. പല ദിവസങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിച്ച ദൈവത്തിന്റെ ആത്മാവോടുള്ള ബന്ധത്തിൽ
ദൈവത്തിന്റെ ആത്മാവ് 2012 ഭാരതത്തോട് സംസാരിക്കേണ്ടതിന് തന്ന ദൂതിനകത്തു നിന്നാണ് ഈ പാട്ടിന്റെ വരികൾ ഞങ്ങൾ എടുത്തത്. ദൈവത്തിന് സ്തോത്രം. ഇംഗ്ലീഷിലൊരു പാട്ടുണ്ട്, അതിൽ നിന്ന് അതിന്റെ ട്യൂണ് ഞങ്ങൾ കടമെടുത്തു, അതിലെ ചില വാക്കുകൾ ഞങ്ങൾ കടമെടുത്തു. ദൈവത്തിന് സ്തോത്രം. പക്ഷെ ഈ പാട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റം സംഭവിപ്പിക്കുന്നു. നിങ്ങൾ വിശ്വാസത്തോടെ ആ മലയോട് മാറിപ്പോകാൻ കൽപ്പിക്കുക, അത് ഇന്ന് തന്നെ സംഭവിക്കും. യേശുവിന്റെ നാമത്തിൽ അത് മാറുന്നു, യേശുവിന്റെ നാമത്തിൽ അത് മാറുന്നു. നോക്കി, വളരെ എമർജൻസി ആയിട്ട് റെഡ് ലൈൻ ഇട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. മദ്രാസിൽ നിന്ന് പ്രോഗ്രാം കണ്ടിട്ട് അനുമോദിച്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നു. അവരുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മദ്രാസിൽ നിന്ന് ധാരാളം ആളുകൾ, തമിഴ് സംസാരിക്കുന്നവര്, കന്നഡ സംസാരിക്കുന്നവര്, ഇംഗ്ലീഷ് സംസാരിക്കുന്നവര്, മലയാളം അറിയാവുന്നവരൊക്കെ ഞങ്ങളോടൊപ്പം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഇമെയിലുകൾ, ടെലിഫോണുകളിലൂടെ ഒക്കെ ഞങ്ങൾക്ക് വിവരം അറിയാൻ കഴിയുന്നു. നിങ്ങളുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മറ്റുള്ളവരെ കൂടെ അറിയിക്കണമേ. നിങ്ങളുടെ നല്ല വാക്കുകൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ്. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥനയിൽ സുവിശേഷത്തിന്റെ വ്യാപ്തിക്ക്, ലോകരാജ്യത്തിന്റെ രാജ്യങ്ങളുടെ സമാധാനത്തിന് വേണ്ടി അധ്വാനിക്കണം. ദൈവം നമ്മെ സഹായിക്കട്ടെ. ഞങ്ങൾ ഒന്നിച്ച് അമാന്യപ്രിയമുള്ളവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അവർ സമ്പൂർണ്ണമായി അനുഗ്രഹിക്കപ്പെടട്ടെ, ഉയർച്ചയും നന്മയും അനുഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ. പ്രിയ പിതാവേ, ബഹുമാന്യ പ്രിയമുള്ളവരെ, ചിലർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, രാവിലെ ഈ സ്റ്റുഡിയോയിൽ വന്ന് ഞങ്ങളോടൊപ്പം ആരാധനയ്ക്ക് പങ്കെടുക്കാൻ സാധിക്കുമോ? 35 പേർക്ക് ഞങ്ങളോടൊപ്പം ഒരു ദിവസം ഈ ആരാധനയ്ക്ക് വന്ന് പങ്കെടുക്കാൻ സാധിക്കും. ഇപ്പോൾ തന്നെ ഈ ഹാളിനകത്ത് ധാരാളം ആളുകളുണ്ട്. നിങ്ങൾ വരുന്ന ഞങ്ങളോടൊപ്പം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിക്കുക. സഹോദരങ്ങൾ അതിന്റെ ക്രമീകരണം പറഞ്ഞു തരും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ഈ ആരാധനയിൽ, പ്രാർത്ഥനയിൽ ഒന്നിച്ചു ചേർന്ന് ലോകരാജ്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിക്കും. 7 മണി കഴിഞ്ഞാലും ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കും. ഹല്ലേലൂയ. രണ്ട് കരകളും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി. എന്നേശുവേ, നീ അത്ര നല്ലവൻ, ഉയർത്തിയൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നവരാണല്ലോ ഇന്ന് ലോകരാജ്യങ്ങൾ ജീവിച്ചിരിക്കുന്ന നാം ഓരോരുത്തരും. പ്രേയിങ് കേരള എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഇന്നലത്തേതും മിനിഞ്ഞാന്നത്തേതും ഇന്നത്തേതുമായ ശുശ്രൂഷ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യം അനുസരിച്ചുള്ള സമയത്ത് ഇതിൽ പങ്കാളിയാകാൻ സാധിക്കും. പ്രേയിങ് കേരള, PRAYING കേരള. കേരള പ്രാർത്ഥന തുടങ്ങിക്കഴിഞ്ഞു. യൂട്യൂബിലാണെങ്കിൽ It's Our Time.tv, It's Our Time TV. യൂട്യൂബില് It's Our Time/YouTube. തീർച്ചയായിട്ടും ഈ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം പങ്കാളികളാകാൻ സാധിക്കും. ഞങ്ങളുടെ വിലാസം ഒരിക്കൽ കൂടി അറിയിക്കട്ടെ. ചിലരുടെ കത്തുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നു. പ്രേയിങ് കേരള, കോട്ടയം 1, കേരള, ഇന്ത്യ. പ്രേയിങ് കേരള, കോട്ടയം 1, കേരള, ഇന്ത്യ. പ്രാർത്ഥിക്കുന്ന കേരളം, കോട്ടയം 1, കേരളം, ഇന്ത്യ. നിങ്ങളുടെ വിവരങ്ങൾ എഴുതി അറിയിക്കൂ. ദൈവജനം അതിന്റെ മേൽ കരങ്ങൾ വെച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തീർച്ചയായിട്ടും യേശു നിങ്ങൾക്കായി ഒരു അത്ഭുതം പ്രവർത്തിക്കും. ഉയർത്തിയെന്നെ യേശു തൻ കരം. ഞങ്ങളോടൊപ്പം കരങ്ങൾ അടിച്ച് ആ ഭവനത്തിനകത്ത് സന്തോഷത്തിന്റെ ആത്മാവിനെ ദൈവം പകരുന്നു. യെസ്, യേശുവിന്റെ നിലനിൽക്കുന്ന സന്തോഷത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളെ, നിങ്ങളുടെ ഭവനത്തെ നിറയ്ക്കുന്നു ദൈവം. ഓ, പ്രാർത്ഥന വിഷയങ്ങൾ ഇങ്ങനെ ധാരാളം വന്നുകൊണ്ടിരിക്കും. നീതു 14 വയസ്സ്, ബ്രെയിൻ ഇൻഫെക്ഷൻ, സീരിയസ് ആണ്. റെഡ് മാർക്കിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വിളിച്ചു പറയുന്ന ഓരോ വിഷയത്തിനും അതിൻ്റെതായ ഗൗരവത്തോടുകൂടിയാണ് പ്രാർത്ഥന പങ്കാളികൾ നിങ്ങൾക്ക് വേണ്ടി മുഴങ്കാലിൽ മേൽ ഇടിവിൽ നിൽക്കുന്നത്. ഇന്ന് പകൽ പ്രാർത്ഥിക്കാം. മകൾ നീതു, യേശു നിന്നെ തൊടുന്നു.
യേശു നിന്നെ തൊടുന്നു. ഇതോടൊപ്പം ബ്രെയിനിന് പ്രോബ്ലം ഉള്ള ഇന്ന് രാവിലെ ഞാൻ ദൈവത്തിന്റെ സ്ഥലം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിനോട് വ്യക്തമായി പറഞ്ഞു, ബ്രെയിൻ സംബന്ധമായ രോഗങ്ങളുള്ളവരെ ഇന്ന് പകൽ യേശു സൗഖ്യമാക്കുന്നു. ഞാൻ നേരത്തെ അത് സംസാരിച്ചു കഴിഞ്ഞു, പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ ഒരിക്കൽ കൂടെ പ്രാർത്ഥിക്കാൻ പോകുക. ബ്രെയിനിലെ ട്യൂമറുകൾ മാറാൻ പോകുന്നു, ബ്രെയിനിലെ ക്ലോട്ടുകൾ മാറുന്നു. യേശുവിന്റെ ആത്മാവിന് ഇപ്പോൾ തന്നെ നിങ്ങളുടെ ശരീരത്തിനുമേൽ തൊടുന്നു. എന്നോട് ചേർന്ന് ദൈവജനം ഒന്നിച്ച് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ കേരളം മുഴുവൻ ഒന്നിച്ച് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ധാരാളം ദൈവദാസന്മാർ ഒന്നിച്ച് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ നീതു സൗഖ്യമാകട്ടെ. ഇപ്പോൾ ആ ഇൻഫെക്ഷൻ മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ കംപ്ലീറ്റ് ഹീലിംഗ് അവിടെ ഉണ്ടാകട്ടെ. കർത്താവേ, ബ്രെയിന് അവിടുന്ന് വ്യക്തമായി രാവിലെ പറഞ്ഞു, ബ്രെയിൻ സംബന്ധമായ രോഗമുള്ളവരെ ഇന്ന് അവിടുന്ന് വിടുവിക്കുമെന്ന് ഞാനത് വിശ്വസിക്കുന്നു, ഞാനത് കൽപ്പിക്കുന്നു. ഇന്ന് പകൽ നിങ്ങളുടെ കരങ്ങൾ നിങ്ങളുടെ തലമേൽ വെച്ചാട്ട് യേശുവിന്റെ കരം നിങ്ങളുടെ തലമേൽ വരുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ ആ ട്യൂമറുകൾ മാറട്ടെ. ഇപ്പോൾ ആ ക്ലോട്ടുകൾ മാറിപ്പോകട്ടെ. ഇപ്പോൾ ആ ക്ലോട്ടുകൾ മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് അപ്രത്യക്ഷമാകട്ടെ. ഡോക്ടർമാർക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞത് യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് മാറട്ടെ. സമ്പൂർണ്ണ സൗഖ്യം അവിടെ ഇപ്പോൾ തന്നെ ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഓ ഹല്ലേലൂയ. സൂസൻ ഇപ്പോൾ വന്നൊരു വിഷയം. ഇന്നലെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ മുറിക്കകത്ത് ടെലിവിഷനിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അഭിഷേകം പ്രാപിച്ചു. ദൈവത്തിന് സ്തോത്രം. ഒന്നിച്ച് കരങ്ങളെ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത് പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. ദിസ് ഈസ് ദ സീസൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഇത് പരിശുദ്ധാത്മാവിന്റെ കാലമാണ്. ദിസ് ഈസ് ദ സീസൺ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ഇറ്റ്സ് അവർ ടൈം. ഇത് നമ്മൾക്ക് വേണ്ടി ദൈവം കരുതിയ സമയമാണ്. It's our time. It's our time. ഇത് നമ്മുടെ സമയം. ദൈവത്തിന്റെ ആത്മാവിന്റെ അടുത്തേക്ക് ഓടിച്ചല്ലോ. കരങ്ങളെ നിവർത്തൂ. ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ അനേക രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന് അഗ്നി ഇറങ്ങുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ശുശ്രൂഷിക്കുന്ന നൂറുകണക്കിന് ലീഡേഴ്സ് കോൺഫറൻസസിൽ ഓൾ ഓവർ ദ ഗ്ലോബ് പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഇറങ്ങുന്നത് എനിക്ക് കാണുവാൻ കഴിഞ്ഞിട്ടുണ്ട്. യേശുവിന്റെ ആത്മാവ് ഈ പകൽ നിങ്ങളെ തൊടുന്നു. പുതിയൊരു ശുശ്രൂഷയിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക്, പുതിയൊരു അവസ്ഥയിലേക്ക് യേശുവിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങിക്കൊണ്ട് ഓ യേശുവിന്റെ നാമത്തിൽ ആ ജീവിതങ്ങൾ ആത്മാവിനാൽ നിറയട്ടെ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ നിറയട്ടെ. ഓ ഹല്ലേലൂയ. സൂസനെ പോലെ അനേക സൂസന്മാർ എഴുന്നേൽക്കട്ടെ. ഓ ഹല്ലേലൂയ. അനേക പുരുഷന്മാർ എഴുന്നേൽക്കട്ടെ. അനേക യൗവനക്കാർ എഴുന്നേൽക്കട്ടെ. പരിശുദ്ധാത്മാവിന് വേണ്ടിയുള്ളൊരു ദാഹം, യേശുവിന് വേണ്ടിയുള്ളൊരു ദാഹം ഈ പകൽ ജീവിതങ്ങളിൽ ഉണ്ടാകുമാറാകട്ടെ. യേശുവിന്റെ നാമത്തിൽ പ്രിയ പിതാവേ, മകൻ ബിച്ചുവിന് ഒരു നല്ല ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. സിസ്റ്റർ മേരി, നിങ്ങൾക്ക് വേണ്ടി യേശുവിൻ അത്ഭുതം പ്രവർത്തിക്കുന്നു. ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ച് ജോലി ലഭിക്കേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാത്തവർ, വിദേശത്തും സ്വദേശത്തുമായി ജോലി ആഗ്രഹിക്കുന്നവർ ഞങ്ങളോടൊപ്പം ചേർന്ന് പ്രാർത്ഥിച്ചാൽ യേശുവിന്റെ നാമത്തിൽ അവർക്ക് ജോലി ലഭിക്കട്ടെ. അത്ഭുത വഴികൾ തുറന്നു വരട്ടെ. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. അവർ ലജ്ജിതരായി തീരുകയില്ല. അവർ ഉയർച്ച തന്നെ പ്രാപിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ദൈവത്തിന്റെ ആത്മാവിനെ വ്യക്തമായി മനസ്സിലാക്കുന്നു. കരൾ സംബന്ധമായ കെടുതി ഇന്ന് കരൾ മാറ്റിവെക്കുന്ന ഒരു ശസ്ത്രക്രിയ പറഞ്ഞിട്ടുണ്ട്. ആ ജീവിതത്തെ യേശു തൊട്ട് സുഖപ്പെടുത്തുന്നു. യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സമ്പൂർണ്ണമായി സൗഖ്യമാകട്ടെ. ഓടി നടന്ന് സാക്ഷ്യം പറയുവാൻ യേശുവിന്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ രാജ്യം ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. സാമ്പത്തികമായി രാജ്യം വർദ്ധിക്കട്ടെ. ഉയർച്ച തന്നെ പ്രാപിക്കട്ടെ. നന്മ കൊണ്ട് നിറയട്ടെ. ഈ രാജ്യത്തെ അരാജകത്വം പട്ടിണി എല്ലാം മാറട്ടെ. ദൈവിക സമാധാനം നിറയട്ടെ. ഭരണകർത്താക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓരോ സംസ്ഥാനങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ സംസ്ഥാനത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ രാജ്യത്തെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രധാനമന്ത്രി ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഞങ്ങളുടെ ക്യാബിനറ്റ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഓരോ സ്റ്റേറ്റ് ഗവൺമെന്റ് ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. മുഖ്യമന്ത്രിമാരെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഓ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. പോലീസ് സംവിധാനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രമസമാധാനം അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ രാജ്യത്തിന്റെ സാമ്പത്തിക ഘടന ഉയർച്ച പ്രാപിക്കട്ടെ. പട്ടിണിയും ദാരിദ്ര്യം ഈ രാജ്യത്തുനിന്ന് മാറട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ രാജ്യത്തെ അനുഗ്രഹിക്കുന്നു. എല്ലാ മഹത്വം ഞങ്ങൾ യേശുവിന്. കരങ്ങളെ രണ്ട് ഉയർത്തി നാളെ രാവിലെ നമുക്ക് ഒന്നിച്ച് കാണാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന കേരളം ഒരിക്കൽ കൂടെ
ഉയർത്തി എന്നെ യേശു തൻ കരം ഉയർത്തി